ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഏവരെയും എംഫേബർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ നമ്മളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെടുത്തി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. വേക്കൻസികൾ, അതായത് ജില്ലാ തലത്തിൽ തന്നെ വേക്കൻസികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2027 മറ്റുമെല്ലാം മാസ് റിട്ടയർമെൻറ്റ് വരുന്ന അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കായി അവസരം കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയാം, ഏകദേശം ഒരു 70% മേലെ വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ വീട്ടമ്മമാർ അവർക്ക് ഈ പറയുന്ന രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത്, വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചോയ്സ് എന്ന് പറയുന്നത്. വീട്ടിന് പുറത്തിറങ്ങാമെന്ന് പറയുന്നത് പറ്റും, ബട്ട് ഡെയിലി അവർക്ക് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം, പല പ്രിപ്പറേഷൻസും അവർക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കായുള്ള ഒരു സ്റ്റഡി പ്ലാൻ, അതും ഓൺലൈനായിട്ട് എംഫേബർ ലേണിംഗ് ആപ്പ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളുടെ വിശദ വിവരങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC ഒരു എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ ആഗസ്റ്റ് 2025 നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 23rd ജാനുവരി 2025 അപ്പോൾ 23rd നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു സ്റ്റഡി പ്ലാൻ വീട്ടമ്മമാർക്ക് സഹായകരമാകുന്ന രീതിയിൽ അത് മറ്റുള്ളവർക്കും ഫോളോ ചെയ്യാം. ഇപ്പോൾ വീട്ടമ്മമാർ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീട്ടമ്മമാർ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർ വീട്ടിന് പുറത്ത് കാര്യമായിട്ടുള്ള കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും വീട്ടിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം രാത്രി കാലങ്ങളിൽ. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 23rd ജാനുവരി ആണ്, അധികം നാളുകളില്ല ഇനി. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് ആകെയുള്ള സബ്ജക്റ്റുകൾ പുതിയ സിലബസ് പാറ്റേൺ പ്രകാരം 4 എക്കണോമിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ മാത്സ്. അപ്പോൾ കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, മാത്സ്, ഈ 4 വിഭാഗങ്ങളാണ് ഉള്ളത്. ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് GK പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടേക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ടോട്ടൽ ഡേയ്സ് 23-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഒരു കണക്കെന്ന് പറയുന്നത് 180 ദിവസമാണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് കണക്ക് കൂട്ടാം. ഈ ഒരു 180 ദിവസത്തിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 300 മണിക്കൂർ നിങ്ങൾക്ക് നീക്കി വയ്ക്കാൻ സാധിക്കും. ഈ ടോട്ടൽ സബ്ജക്ട്സ് 4 കംപ്ലീറ്റ് ഓരോ മൊഡ്യൂളും പഠിക്കണം, അതിൻ്റെ അകത്തുള്ള ഓരോ ടോപ്പിക്കുകളും പഠിക്കണം, സബ് ടോപ്പിക്സും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 23rd സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മുന്നിലുള്ളത് 180 ദിവസമാണ് ഏകദേശം. അതിൽ തന്നെ 300 മണിക്കൂർ മാത്രമാണ് നമ്മൾ വീട്ടമ്മമാരോട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് ഉറപ്പായിട്ടും റാങ്ക് അടിച്ചെടുക്കാം എന്ന നിലയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടമ്മമാർക്ക് ഈ വലിച്ചു വാരി പഠിക്കാനോ, അവർക്ക് സമയമെന്ന് പറയുന്നത് തന്നെ അവർ സമയം കണ്ടെത്തിയാണ് പഠിക്കുന്നത്. പലർക്കും സമയം ഉണ്ടായിട്ടും അത് നേരാവണ്ണം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരുടെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കണ്ടെത്തി പഠിക്കുകയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് വലിച്ചു വാരി പഠിക്കാനുള്ള സമയമേ അവർക്കില്ല. ഉള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ തരുന്ന കാര്യങ്ങൾ, സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് നമ്മൾ തരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ നോട്ടുകൾ അത് കൃത്യമായി പഠിക്കുകയും അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പോലും റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഉറപ്പായും സർക്കാർ ജോലി നേടാം. അത് 100% നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്രകാരം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ അവേഴ്സ് നീഡഡ് എന്ന് പറയുന്നത് 300 മണിക്കൂറാണ് ഏകദേശം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. ലൈവായിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ അസൗകര്യമുള്ള എല്ലാവർക്കും ആയതിൻ്റെ റെക്കോർഡിംഗും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2x-ലും 4x-ലും ഒക്കെ ഇട്ട് കണ്ട് വളരെ ഫാസ്റ്റായിട്ട് നോക്കിയെടുക്കാൻ സാധിക്കും.
നോട്ടുകളും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാമെന്ന് എഴുതിയെടുത്ത സമയം കളയണ്ട. അങ്ങനെ നോക്കുമ്പോൾ ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 to 2 hour മാത്രമാണ്. ഏകദേശം 1-2 മണിക്കൂർ മാത്രം. 2 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ, ശനി ഞായർ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തിട്ട് ഞായറാഴ്ചകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അപ്പൊ ഇപ്രകാരം ഒരു കൃത്യമായ ഒരു ചിട്ടയായ രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ഡെയിലി മൺഡേ ടു ഫ്രൈഡേ 1-2 മണിക്കൂർ, 1 മുതൽ 2 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ മക്കളെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ എന്തിനാ വെറുതെ സമയം കളയുന്നത് അല്ലേ? സോ 1 to 2 hours എന്ന് പറയുന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് തന്നെ പരീക്ഷയ്ക്ക് വരികയും അതിനനുസരിച്ച് റാങ്ക് അടിച്ചെടുക്കാനും സാധിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രമാത്രം ഫിൽട്ടർ ചെയ്തായിരിക്കും നമ്മുടെ നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ നോട്ടുകളുടെ സാമ്പിളൊക്കെ നമുക്ക് M-Favor Kerala PSC എന്ന ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മളൊരു കണ്ടന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അത് എങ്ങനെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം, എപ്രകാരം ചോദ്യങ്ങൾ വരും എന്നുള്ളതിനെ കുറിച്ച് പോലും ആ ടോപ്പിക്കിനോട് ചേർത്ത് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്രകാരം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ടൈമിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും, ചില വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ രാവിലെ ആയിരിക്കും 1-2 മണിക്കൂർ എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ രാവിലെ 1 മണിക്കൂർ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് മറ്റൊരു 1 മണിക്കൂറും കൂടി രാത്രി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ പുതുമയുള്ള ക്ലാസ്സുകളാണ്, എനർജറ്റിക് ആയിട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പുതിയ സിലബസിനും പാറ്റേണൊക്കെ മാറി, ചോദ്യ പാറ്റേണൊക്കെ മാറി. കുറഞ്ഞത് 5% ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപേണയാണ് വരുന്നത്. 5-5ൽ കൂടുതലോ വന്നേക്കും. ഓക്കെ, അപ്പോൾ ഇപ്രകാരം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ പോലും മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലൈവായിട്ട് കാണാം. ബുദ്ധിമുട്ടാണെങ്കിൽ ലൈവ് കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്പിനുള്ളിൽ, നിങ്ങളുടെ പ്രൊഫൈലിനുള്ളിൽ ആയതിൻ്റെ റെക്കോർഡിങ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് റെക്കോർഡിംഗ് എടുത്ത് കാണാം, അതും ഫാസ്റ്റ് ഫോർവേഡിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ടൈം എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. നിങ്ങൾക്ക് രാവിലെ, ഞാൻ പറയുന്നത് വീട്ടമ്മമാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പോസിബിൾ അല്ല. ചില ആളുകൾക്കൊക്കെ നടുവേദനയൊക്കെ എടുക്കും അല്ലേ? പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 1 hour നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, രാത്രി മറ്റൊരു 1 hour കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിച്ചാൽ എന്തായാലും നിങ്ങൾ രാവിലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ 1 മണിക്കൂർ പഠിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ നമുക്ക് മറ്റ് പണികൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ, ഒരു കോൺഫിഡൻസ് ആണ് അതെന്ന് പറയുന്നത്. ഒരു കോൺഫിഡൻസ് ആണ്, നമ്മൾ പോകുന്ന റൈറ്റ് ട്രാക്കിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ എണീക്കുകയും ചെയ്യാം, രാത്രി ഉറങ്ങുകയും ചെയ്യാം. അപ്രകാരം ടോട്ടൽ സബ്ജക്ട്സ് നമ്മൾ 4 എണ്ണമാണ് നമ്മൾ കവർ ചെയ്ത് എടുത്തിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ January 23rd സ്റ്റാർട്ട് ചെയ്യും. എക്സാം വരേക്കും വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ആണ്, എനി ടൈം വാച്ചബിൾ ആണ്. സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റർഷിപ്പും ഗൈഡൻസും നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കുട്ടികളെ എല്ലാവരെയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിങ്ങളെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ മോൾഡ് ചെയ്യും. മെന്റലി സ്ട്രെങ്തൻ ചെയ്യാം. കേരള PSC എക്സാം എന്നല്ല, UPSC ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിമാണ്. നന്നായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ അറിയണം. അത് വീട്ടിലിരുന്നു കൊണ്ട് ആദ്യം പരിശീലിക്കണം. എങ്ങനെ പരിശീലിക്കേണ്ടേ? നമ്മൾ തരുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, വരാനിരിക്കുന്ന പ്രതീക്ഷിത ചോദ്യങ്ങൾ, കൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ മാക്സിമം സ്ട്രെസ്സിനെ നമുക്ക് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് അവിടെ കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാഴ്ചവെക്കുന്നവർ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യും, ജോലി ഉറപ്പിക്കാനും പറ്റും. റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റുകൾ അതിനായി നമ്മൾ നൽകുന്നുണ്ട്. അത് വീക്ക്ലി ഉണ്ട്, അല്ലാതെ മൊഡ്യൂൾ വൈസ് വരുന്നുണ്ട്, സബ്ജക്ട് വൈസ് വരുന്നുണ്ട്, 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസും വരുന്നുണ്ട്.
ടോപ്പ് PSC ഫാക്കൽറ്റീസ് ആണ്. അതുപോലെ തന്നെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എഴുതിയെടുത്ത് പഠിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല സമയം. എങ്കിലും ഞാനെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് കണ്ട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ നോട്ട് വായിച്ചതിന് ശേഷം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ നോട്ടിൽ പകർത്തി എഴുതുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു കൺഫർമേഷൻ ആണ്. ലൈക്ക് നമുക്ക് കൺഫേം ചെയ്യാം, ലൈക്ക് ഓക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഞാൻ എൻ്റെതായ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് തന്നെയാണ്, ബൂസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിന് പലപ്പോഴും പലർക്കും സമയം കിട്ടാറില്ല. അങ്ങനെയുള്ളവർക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം, പ്രിന്റ് ഔട്ടിൽ എഴുതി പഠിക്കാം. പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ പോയിന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വരച്ച് പഠിക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനി മെന്റർഷിപ്പ് ഗൈഡൻസ് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ടു എൻഡ്. ആക്സസ് എന്ന് പറയുന്നത് മൊബൈൽ വഴിയും ചെയ്യാം, ലാപ്ടോപ്പ് വഴിയും ചെയ്യാം. ഓക്കെ, മൊബൈലിലാണെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്ത് അകത്ത് കയറുക. യൂസർ ID എന്ന് പറയുന്നത് ഇമെയിൽ ID തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും കൊടുക്കാം. ലാപ്ടോപ്പിലാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറുക, www.mfavor.com. ഓക്കെ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ മെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഒരു 1 സ്റ്റെപ്പ് ക്ലിക്കിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും. ക്ലാസ്സിലൂടെയും അറിയും, അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും സാധിക്കുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. നമുക്കൊരു ബാച്ചിൽ ആദ്യത്തെ ബാച്ചിൽ 250 ആയിരുന്നു. സെക്കൻഡ് ബാച്ചിലേക്ക് നമ്മൾ അതെന്താക്കി മാറ്റി, 500 സ്റ്റുഡൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചിലേക്ക് കാര്യമായിട്ടുള്ള അഡ്മിഷൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കും. വീട്ടമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും ഫീസിൽ ഇളവ് ലഭിക്കും. ആപ്പിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും നിങ്ങൾക്ക് ഫീസിൽ ഇളവ് ലഭിക്കാനായിട്ട് 8891949239 അല്ലെങ്കിൽ 9747201900 വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ, സോ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. മറ്റ് എഫേർട്ടുകൾ എടുക്കേണ്ട ആവശ്യമില്ല. മറ്റ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ റാങ്ക് ഫയലുകളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒഴിവാക്കി വിടുക. സ്ട്രെസ് ഇല്ലാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. അത് നമ്മൾ ആദ്യമേ ഞാൻ ഈ പറഞ്ഞ പോലെ മെന്റലി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒരു മൈൻഡ് ഗെയിം ആണ് എന്ന് ഒന്നും കൂടി നിങ്ങൾ, PSC പരീക്ഷ എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിം ആണ്. ഓക്കെ, അതൊന്നും കൂടി നിങ്ങൾ ഓർമ്മിച്ചോളുക. ഓക്കെ.